വയനാട് ജില്ലകളിൽ 28-ാം തീയതി നടക്കും. മലപ്പുറം പാലക്കാട് ജില്ലയിലെ STU ഭാരവാഹികൾ ഏകദേശം 60 പേര് മലപ്പുറത്തും പാലക്കാടുമായിട്ട് സെക്രട്ടേറിയറ്റ് ഇവർക്കുള്ള 1 ദിവസത്തെ ശില്പശാല പെരിന്തൽമണ്ണയിൽ വെച്ച് ഈ മാസം 30-ാം തീയതി നടക്കും. അപ്പോൾ അതിൽ യാതൊരുവിധ ആബ്സെൻസും ആണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് എനിക്ക് അതിലേറ്റവും തോന്നിയൊരു അഭിമാനം ഈ സാധാരണഗതിയിൽ എന്താ പറയുക STU ക്യാമ്പുകൾ പലപ്പോഴും വിജ്ഞാനപ്രദമായിട്ടാണ് തന്നെയാണ് പോകുന്നത്. പക്ഷെ ഇപ്രാവശ്യത്തെ STU ക്യാമ്പിനകത്ത് വലിയ പ്രസക്തമായിട്ടുള്ള കാര്യം വളരെയധികം വിജ്ഞാനപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. ബഹുമാന്യനായ നമ്മുടെ MK പ്രേമചന്ദ്രൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ആധുനിക കാലത്തെ അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ ഇപ്പോഴത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ മനുഷ്യന്റെ നിർമ്മിതി എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളതിനെ കുറിച്ചുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ക്ലാസ്. അതിന് പുറത്ത് തലേ ദിവസം ഞങ്ങളെല്ലാവരും ജില്ലയിലെ പ്രവർത്തക സമിതി അംഗങ്ങൾ യോഗം ചേർന്ന് അവിടെ കൃത്യമായിട്ട് ആ സംഘടനാ രേഖയിൽ മലപ്പുറം ജില്ലയുടെ അഭിപ്രായം പറയാനുള്ള തീരുമാനം. മറ്റൊന്ന് അതേ സമയം തന്നെ മറ്റൊരു സെഷനിൽ ഓരോ ഫെഡറേഷനുകളും സംസ്ഥാന STU കമ്മിറ്റി അവതരിപ്പിച്ച മാർഗരേഖയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരമുണ്ട്. അതായത് ചർച്ചകൾ തന്നെയായിരുന്നു ആ 2 ദിവസത്തെ ക്യാമ്പിനകത്ത് നടന്നിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള സെഷൻ. അതിനകത്ത് തീരുമാനിച്ചതിന്റെ ഒരു ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പറയപ്പെടുന്ന ജില്ലാ STU ഭാരവാഹികൾക്ക് അവിടെ ക്യാമ്പ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ക്യാമ്പ് നടത്തുന്നത്. അതിന് ജില്ലക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൃത്യമായി 14 ജില്ലകളുടെ മിനിറ്റ്സ് പരിശോധന അന്ന് അവിടെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഈ 3-ാം തീയതി ഡിസംബർ 3-ാം തീയതി ഫെഡറേഷനുകളുടെ സംസ്ഥാന കമ്മിറ്റികളുടെ മിനിറ്റ്സ് പരിശോധന നടക്കും. പക്ഷെ 14 മിനിറ്റ്സ് പരിശോധന അല്ലെങ്കിൽ ജില്ലകളുടെ മിനിറ്റ്സ് അവിടെ ഹാജരാക്കപ്പെടുന്നുണ്ട്. ആകെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും മിനിറ്റ്സ് എഴുതിയത് മലപ്പുറം ജില്ല മാത്രമാണ് എന്നുള്ളതാണ് അവിടെ വെച്ച് പ്രഖ്യാപിച്ചത്. അതിൻ്റെ അർത്ഥം കഴിഞ്ഞ മറ്റ് 13 ജില്ലകൾക്കും കൃത്യമായ രീതിയിൽ മിനിറ്റ്സ് പോലും തയ്യാറാക്കാൻ കഴിയാത്ത ജില്ലകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇനി എങ്ങനെ മിനിറ്റ്സ് എഴുതണം എന്നുള്ളതിനെ കുറിച്ച് പഠിപ്പിക്കാനാണ് സത്യത്തിൽ ഈ പറയപ്പെടുന്നതൊക്കെ നടക്കാറുണ്ട്. പലപ്പോഴും നമുക്കറിയാം നമ്മുടെ സംഘടനാ രംഗത്ത് ഇപ്പം പ്രത്യേകിച്ചു സ്വതന്ത്ര തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം 1957 ബഹുമാന്യനായ KMCD സാഹിബ് മെയ് മാസം 5-ാം തീയതി രൂപീകൃതമായിട്ടെങ്കിൽ പോലും ദശാബ്ദങ്ങൾ നമ്മൾ പിന്നിട്ടെങ്കിൽ പോലും ശരി ഒരു ട്രേഡ് യൂണിയന്റെ ഒരു കെട്ടിലേക്കും മട്ടിലേക്കും വരുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിന്റെ അടുത്ത് മാത്രമാണ്. 1999 ഞാൻ ഈ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്വതന്ത്ര തൊഴിലാളികളുടെ പ്രവർത്തനമല്ല ഏകദേശം ഒരു 2010 തൊട്ടിട്ട് ഇപ്പോഴുള്ള ഈ ഏകദേശം ഒരു 10-12 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളുണ്ടാവുക. നമ്മുടെ ദേശീയ തലത്തിലേക്ക് വ്യാപിക്കപ്പെട്ടു. ദേശീയ തലത്തിലേക്ക് നമ്മുടെ സംഘടനയുടെ സന്ദേശം എത്തിക്കുന്നതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ ഫെഡറേഷനുകളുടെ കമ്മിറ്റികൾ രൂപീകൃതമായി. ഇങ്ങനെയൊക്കെ ഒരു മാറ്റത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ നിലപാടുകൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പോകും. നമ്മളെ അറിയാം ഈ മാസം ഡിസംബർ മാസം 11-ാം തീയതി നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി തന്നെ ഈ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ തൃശ്ശൂരിലുള്ള ചീഫ് ഓഫീസിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഡിസംബർ 5-ാം തീയതി ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന നമ്മുടെ മേഖലയിലെ തൊഴിലാളികൾ കാരണം ഒട്ടാകെ സമരം ചെയ്യാൻ പോയിരിക്കുക. അപ്പൊ ഇതെന്ന് വെച്ചാൽ വിഷയങ്ങൾക്ക് ആസ്പദമാക്കിക്കൊണ്ട് പ്രക്ഷോഭത്തിലേക്കും സമരങ്ങളിലേക്കും നമ്മൾ ഒറ്റക്കും കൂട്ടായി പോയിക്കൊണ്ടിരിക്കും. ഈ 27-ാം തീയതി ഈ 26-ാം തീയതി നിങ്ങളെല്ലാവരെയും ക്ഷണിക്കണം. നമ്മൾ സംയുക്തമായിട്ട് കർഷകരും അതുപോലെ തന്നെ വിവിധ ട്രേഡ് യൂണിയനുകളും തമ്മിലുള്ള ഒരു സമരം സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാം എന്താണ് കർഷക ഈ സമരത്തിന്റെ അല്ലെങ്കിൽ ഈ സമരത്തിന്റെ പ്രസക്തി എന്ന് ചോദിച്ചാൽ 4 വർഷം പൂർത്തിയാകുകയാണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ദേശീയത്തിൽ തന്നെ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചലനമുണ്ടാക്കിയ രാജ്യത്തെ കർഷകരുടെ സമരത്തിന്റെ 4-ാം വാർഷികമാണ് ഈ മാസം 26-ാം തീയതി. 26-ാം തീയതി എന്നാൽ നമുക്കറിയാം 26-ാം തീയതി ചൊവ്വാഴ്ച ഇന്ത്യയിലൊട്ടാകെയുള്ള എല്ലാ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും നമ്മൾ മാത്രമല്ല
അപ്പൊ മലപ്പുറം ജില്ലയിൽ ആ സമരത്തിന്റെ ചുമതല നമുക്കാണെങ്കിൽ പോലും ശരി, കേരളത്തിലെ 14 ജില്ലകളിലും ഇതോടനുബന്ധിച്ച കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുമ്പിൽ നമ്മളൊരു ദിവസം അതിന്റെ ആ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടിരിക്കും. അപ്പൊ 26-ാം തീയതി നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. മലപ്പുറത്ത് പ്രത്യേകിച്ചും ആ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാഹ്മൂദ് സാഹിബ്. ഏതായാലും ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയത് കൊണ്ട് ഇനി അത് പറയാനുള്ള ബുദ്ധിമുട്ടുള്ള അവസരം അംസാബും കുഞ്ഞാപ്പാബും ഒഴിവാക്കി എല്ലാവരെയും 26-ാം തീയതി ക്ഷണിക്കുക. കാരണം നമുക്ക് പ്രകടനമുണ്ട്. നമ്മള് ആ ഒരു സമരത്തിന്റെ വിജയം, രാജ്യത്തെ കർഷകർ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ, ആ വിഷയത്തിന്റെ പ്രതിഫലനം നമുക്കൊക്കെ അറിയാം. ആ വിഷയത്തിന്റെ ഏറ്റവും വലിയ പ്രതിഫലനം ഉണ്ടായത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണ്. അത് തപ്പല്ല. കർഷകർ നടത്തിയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് 400-ലേക്ക് എത്തുമെന്ന് പറഞ്ഞ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുന്നണിക്ക് 400-ന്റെ 8,000 പോലും എത്താൻ കഴിഞ്ഞില്ല എന്നുള്ള നമുക്ക് യാഥാർത്ഥ്യം. പിന്നീട് അധികാരത്തിൽ വന്നു എന്നുള്ളത് വേറെ യാഥാർത്ഥ്യം. പക്ഷെ ആ രാജ്യത്തെ അല്ലെങ്കിൽ എത്രത്തോളം ജനങ്ങളുടെ മുന്നിൽ ഉയർത്തപ്പെട്ട ഒരു സമരമായിരുന്നു രാജ്യത്തെ കർഷക സമരം എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാക്കാവുന്ന കാര്യം. അങ്ങനെ ആ ഒരു രീതിയിൽ അത് വരാൻ പോകുന്നു. നമ്മൾ ഒറ്റക്കായിട്ടുള്ള പ്രക്ഷോഭം അതിന് പുറത്ത് നമുക്കൊക്കെ അറിയാം. നമ്മുടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കീഴിൽ ആഭിമുഖ്യമുള്ള ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുടെ UDTF-നും 14 ജില്ലകളിലും അതിന്റെ സംഘാടനം നിലവിൽ വന്നിട്ടുണ്ട്. എന്നാലും അതിന് ഈ വയനാട് ഇലക്ഷൻ, ഇന്നത്തെ വയനാട് ഇലക്ഷൻ പാലക്കാട് ഇലക്ഷന് ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സംഘടനാ രംഗത്ത് മറ്റൊരു കാര്യം അന്ന് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്, എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അംസാഖും നർഷകനൊക്കെ വലിയ മാറ്റത്തിൽ പണിവരാൻ പോകുന്നു. 2025-ലെ മെമ്പർഷിപ്പിന്റെ മുന്നോടിയായിക്കൊണ്ട് ഓരോ ഫെഡറേഷനുകളും യൂണിയനുകളിലും അവരുടെ ജില്ലാ സമ്മേളനങ്ങൾ നടത്തണമെന്ന് തീരുമാനിക്കപ്പെട്ടു. അതിന്റെ തുടക്കം ഈ ഡിസംബർ 16-17 തീയതികളിൽ കോഴിക്കോട് വെച്ച് ആരംഭിച്ചു. റോബർട്ട് ഫെഡറേഷന്റെ കോഴിക്കോട് ജില്ലാ സമ്മേളനം 16-17 നടക്കാൻ പോകും. അപ്പൊ ഇനി നമുക്കുള്ളൊരു പണി അതാണ്. അടുത്ത മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ മുമ്പായി, റമദാന് മുമ്പായിട്ടോ അല്ലെങ്കിൽ മുമ്പായിട്ടോ നമ്മുടെ ജില്ലാ സമ്മേളനം, അത് ഇൻഡോറോ ഔട്ട്ഡോറോ അല്ലെങ്കിൽ പ്രകടനത്തോടു കൂടി വേണമൊക്കെ നമ്മളെ കമ്മിറ്റികൾക്ക് തീരുമാനം. പക്ഷേ ഒരു ജില്ലാ സമ്മേളനം, എനിക്കറിയാം നമ്മളെ ഏറ്റവും അവസാനത്തെ ജില്ലാ സമ്മേളനം നടന്നത് മഞ്ചേരിയിൽ വെച്ചാണ്, അല്ലെ? മഞ്ചേരിയിൽ വെച്ചാണ്. ആ സമ്മേളനം നടന്ന സ്ഥലത്തൊന്നുമില്ല, അവിടെ ഒന്ന് വലിയൊരു മാളാണ്. അങ്ങനെ വളരെ കൃത്യമായ രീതിയിൽ നമ്മൾ ഒരു 10 വർഷം മുമ്പായിരിക്കും കേരളത്തിൽ എല്ലാ ഫെഡറേഷനുകളും സംഘടനകളും ഒക്കെ സമ്മേളനങ്ങൾ നടത്തിയത്. അതൊരു മാറ്റം നമുക്ക് അനിവാര്യമായിട്ടുള്ള കാര്യം. അപ്പൊ ട്രേഡ് യൂണിയൻ രംഗത്തുണ്ടാകുന്ന വിഷയങ്ങൾ അത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം. അതോ സർക്കാരിന്റെ കെടുകാര്യസ്ഥ എന്തെന്നുള്ളത് കൂടെ കുഞ്ഞുപ്പ് പറയുകയുണ്ട്. സ്വാഭാവികമായിട്ട് എന്താ രാജ്യത്തെ തൊഴിലാളികൾക്ക് നൽകേണ്ട ഒരു ആനുകൂല്യവും നൽകാതെ ആ ഒരു തലത്തിലേക്ക് സർക്കാർ പോയിക്കൊണ്ടിരിക്കും. കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ മാത്രമല്ല, നമ്മളെപ്പോഴും പറയാറുള്ളത്, പലപ്പോഴും കർഷക തൊഴിലാളികളുടെ 4-5 കൊല്ലത്തെ എന്താ പറയാ ആനുകൂല്യങ്ങൾ കിട്ടാത്ത പരാതികൾ പലപ്പോഴും ഞാൻ കേൾക്കാറ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, സ്വാഭാവികമായിട്ടും ഉള്ളൊരു കാര്യം, അതോ പെൻഷൻ കിട്ടാത്ത തൊഴിലാളികൾ കഴിഞ്ഞ 16-17 മാസമായിട്ട് പെൻഷൻ കിട്ടാത്ത തൊഴിലാളികളുടെ നമ്മളൊന്ന് ആലോചിക്കുന്നു. അതിന്റെ തൊട്ട താഴെ കട്ടണ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ 14-15 മാസമായിട്ട് അവിടുത്തെ തൊഴിലാളിക്ക് പെൻഷൻ പോലും കിട്ടാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഞാൻ പ്രതിദാനം ചെയ്യുന്ന തൊഴിലാളി ക്ഷേമ ബോർഡ് അവർക്ക് 100 കോടി രൂപ കടം കൊടുക്കാം. ഞാനടക്കം ആ ബോർഡ് മീറ്റിങ്ങിനകത്ത് പങ്കെടുത്താണ്. 150 കോടി രൂപ അതിന്റെ മുമ്പ് അവർക്ക് മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കടന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ 1 വർഷം മുമ്പ് തൃശ്ശൂർ ചേർന്ന ഞങ്ങളെ ബോർഡ് യോഗത്തിനകത്ത് 100 കോടി രൂപ അവർക്ക് കടന്നു കൊടുക്കുന്നത്. എന്നിട്ട് പോലും അത് രക്ഷപ്പെടാൻ കഴിയാത്ത തലത്തിലേക്ക് കേരളത്തിലെ എല്ലാ ക്ഷേമനിധി ബോർഡുകളെയും കൊണ്ടെത്തിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ അംഗനവാടി ജീവനക്കാരുടെ അല്ലെങ്കിൽ ഒരു സംഘടന അവിടെ ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു അംഗനവാടി ജീവനക്കാർക്ക് ക്ഷേമനിധി ഉണ്ടാകുന്നത്. പക്ഷെ ആ ക്ഷേമനിധി ബഹുമാനീയനായ ഡോക്ടർ MK മുനീർ സാഹിബ് അദ്ദേഹം കേരളത്തിന്റെ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അത് പ്രഖ്യാപിച്ചു. ബോർഡ് വന്നു. CH ജമീല ടീച്ചർ അടക്കമുള്ള ആളുകളായിട്ട് ചെയർപേഴ്സണായി വന്നു. പക്ഷെ ഇന്ന് ആ ബോർഡിന്റെ കെടുകാര്യസ്ഥത അത് മാത്രമല്ല, അവർ പിരിഞ്ഞു പോകുന്ന അവർക്ക് സാധാരണഗതിയിൽ അംഗനവാടി ജീവനക്കാർക്ക് കിട്ടാവുന്ന ഒരു 75,000-ന് 1 ലക്ഷത്തിന് താഴെ വരുന്ന അവർക്ക് പിരിഞ്ഞു പോകുമ്പോൾ കൊടുക്കുന്ന പൈസ പോലും വർഷങ്ങളായിട്ട് കൊടുത്തിട്ടില്ല എന്നാണ് ഞാനിത് മനസ്സിലാക്കിയത്. ഈ മാസം 8-ാം തീയതി 8-9 തീയതികളിൽ 2 ദിവസം അവരുടെ ക്യാമ്പ് മഞ്ചേരിയിലുണ്ടായി. ഏകദേശം അവർ 60ഓളം പ്രതിനിധികൾ അവർ പങ്കെടുത്തു.
സംഘടനാ ചർച്ചയിൽ ഉയർന്നു വന്ന ഏറ്റവും വലിയൊരു വിഷയം അതോ റിട്ടയർ ചെയ്ത അംഗനവാടി ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കുന്നത് മാത്രമല്ല, റിട്ടയർ ചെയ്തവർക്ക് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് പെൻഷൻ പോലും കിട്ടുന്നില്ല. ആ ഒരു തലത്തിലേക്ക് കേരളത്തിലെ സർക്കാർ ഇതിനെ എത്തിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ജില്ലാ സമ്മേളനത്തോടൊപ്പം തന്നെ അടുത്ത മെമ്പർഷിപ്പ് ക്യാമ്പയിനോടൊപ്പം തന്നെ നമുക്ക് യൂണിറ്റ് സമ്മേളനം നടത്തേണ്ടതുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ മറ്റേ ഫെഡറേഷന്റെ ജില്ലാ കമ്മിറ്റി ആ മാർഗനിർദ്ദേശം അനുസരിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് നമ്മൾ പോകും. മറ്റൊരു കാര്യങ്ങൾ മെമ്പർഷിപ്പിനെ കുറിച്ച് ചോദിച്ചാൽ അത് വളരെ പ്രസക്തമായിട്ട് സംസ്ഥാന ക്യാമ്പിനകത്തും ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ജില്ലാ ഡിസ്ട്രിക്ട് കമ്മിറ്റി ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഏറ്റവും കുറവ് മെമ്പർഷിപ്പ് കഴിഞ്ഞ 4 വർഷക്കാലത്തിനകത്ത് വരുന്നത് കർഷക തൊഴിലാളി യൂണിയനാണ്. യാതൊരു തർക്കമില്ല. ഞാനത് ഒരു വിമർശനാത്മകമായി പറയുമ്പോൾ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യം. കഴിഞ്ഞ 4 വർഷത്തെ കണക്കെടുക്കുമ്പോൾ ആ കണക്കിനകത്ത് പലപ്പോഴും നമ്മുടെ മെമ്പർഷിപ്പ് കുറഞ്ഞു പോയിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ കണക്കിന്റെ ഒരു 75% പോലും മെമ്പർഷിപ്പുകൾ ഒരു കാലത്ത് നമുക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളത് വേറെ യഥാർത്ഥത്തിൽ അത് തർക്കുന്നത്. പലരും എന്താ വെച്ചാൽ ഇവിടെ കൃത്യമായ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ശരി, അവിടെ വരാതെ നേരിട്ട് അവനവന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്ന സാഹചര്യമുണ്ട്. ഇത് വളരെ ഗൗരവത്തോടു കൂടിയാണ് മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. അപ്പൊ അതിനുണ്ടായ ഒരു തകരാറ് എന്താ ചോദിച്ചാൽ ഞാൻ അങ്ങനെ തന്നെ പറയാം. ഞാനിപ്പോ ഈ ഇരിക്കുന്ന ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് പറയേണ്ട ചില ആൾക്കാരുണ്ടായിരുന്നു. ഓരോന്നും ഇപ്പൊ ഈ യോഗത്തിന് വന്നിട്ടില്ല. അങ്ങനെ തന്നെ പറയാം. വ്യക്തിപരമായിട്ട് എനിക്കറിയാവുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് ചീഫ് ഫണ്ട് അവർക്ക് ഇങ്ങോട്ട് ബാധകമൊന്നുമില്ല. അവര് നേരെ ഓഫീസിലൊക്കെ പോവാ, അവിടെ പോയി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം, ഒരു പോവാ, അങ്ങനെ. അപ്പൊ ആ ഒരു സംവിധാനത്തിനുണ്ടായ ഒരു കാരണം ഞാനങ്ങനെ തന്നെ അംസാക്കോട് ഇരിക്കുന്നത് അംസാക്കോട് അറിയാത്തത് പലപ്പോഴും ഉണ്ടാകുന്നത് വെച്ചാൽ ജില്ലാ കർഷക തൊഴിലാളി ഫെഡറേഷൻ കമ്മിറ്റി എല്ലാവർക്കും ഒരു ID കാർഡ് കൊടുക്കും. അതുകൊണ്ട് സൗകര്യം അങ്ങനെ തന്നെ പറയാം. വളരെ സൗകര്യമായി പലർക്കും. ഇവിടെ വന്നെന്ന് വെച്ചാൽ ജില്ലാ കമ്മിറ്റിക്ക് കൊടുക്കേണ്ട 5 രൂപ അല്ലെങ്കിൽ 10 രൂപ അല്ലെങ്കിൽ 2 രൂപ എത്ര അത്ര ആ പൈസ കൊടുക്കേണ്ടിയിരുന്നു വിചാരിച്ചിട്ട് ഇവിടെ വരാതെ അവിടെ പോയി കാര്യങ്ങൾ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ഫെഡറേഷന്റെ അല്ലെങ്കിൽ യൂണിയന്റെ ജില്ലാ കമ്മിറ്റിന്റെ തീരുമാനമല്ല, നിർബന്ധമായിട്ടും ആ ID കാർഡുകൾ കയറ്റിക്കുന്നു. അതിന്റെ കത്ത് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം തന്നെ നൗഷാദിനോട് പറഞ്ഞു. ഇവിടെ വന്നിട്ട് ചെയ്യുന്ന യൂണിയൻ മധ്യം കൊടുക്കും. അങ്ങനെയാണ് അതിൽ ഞാൻ മെമ്പർഷിപ്പ് കുറഞ്ഞോട്ടെ എന്നുള്ളതിനാണ് ഞങ്ങൾ തീരുമാനം. അത് യൂണിയന്റെ പേരും പറഞ്ഞു താഴെ തലത്തിൽ പോയി ആ അംശാദായന്മാരും അല്ലെങ്കിൽ ആനുകൂല്യത്തിന്റെ കടലാസും പറഞ്ഞു ഇങ്ങോട്ടൊന്നും നടക്കാതെ അവനാന്റെ കാര്യം ചെയ്തു പോയി ഒരു മെമ്പർഷിപ്പ് ചോദിക്കുമ്പോൾ എനിക്കറിയാം. ഇപ്പൊ ഞാന് ഈ മെമ്പർഷിപ്പില് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരെ വിളിച്ച ഒരു മനുഷ്യനെ കണ്ട ഞാൻ അവസാനം പറഞ്ഞു. കാരണം എന്താ ഇതാ ഓരോ പരിക്ക് ചെലവിന് പൈസ വെച്ചിട്ട് മാതിരിയാണ് ഓരോരുത്തരോട് ചോദിച്ചാൽ ഓരോരുത്തരുടെ നിലപാട്. ഞാനത് നല്ല രീതിയിൽ ഇതൊന്നും ചോദിക്കാതെ കൊണ്ടുകൊടുക്കുന്ന കുറെ മനുഷ്യന്മാരോടാണ്. യാതൊരു തർക്കമല്ല. നല്ല രീതിയിൽ ഇതൊന്നും അല്ലാതെ മെമ്പർഷിപ്പ് ആയിക്കണോ ചോദിച്ച് കൊടുക്കുന്ന മനുഷ്യന്മാരാണ്. 500, 600 അല്ലെങ്കിൽ 200, 300, 400 പുസ്തകം ഉണ്ടായിരുന്നു. ആ പുസ്തകത്തിൽ എന്തൊക്കെ ഒരു 100 മെമ്പർഷിപ്പ് കൊടുക്കണ അല്ലെങ്കിൽ അതിന് പൈസ ചോദിച്ചാൽ അത് വളരെ പ്രയാസത്തോട് കൂടിയിട്ടല്ല, വളരെ മോശമായ രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്തുന്ന ആൾക്കാരുണ്ടായി. ഒക്കെ എന്റെ അനുഭവത്തിലാണ്. ഞാനങ്ങനെ പറയാം. ഞാൻ ഭൂരിഭാഗം ദിവസങ്ങളിലൂടെ ഉണ്ടാവുന്ന മനുഷ്യനായതുകൊണ്ട്